രാജ്യങ്ങളുടെ രാഷ്ട്രീയം പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള രണ്ട് വാക്കാണ് റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്. റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആൾക്കാർ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിരിക്കും. അവർ കുറച്ചുകൂടെ നാഷണലിസം, അവർ കുറച്ചുകൂടെ ട്രഡീഷൻസിനൊക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരായിരിക്കും. ലെഫ്റ്റ് വിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വിപ്ലവം എന്നുള്ള ഐഡിയനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ കുറച്ചുകൂടെ സോഷ്യലിസ്റ്റ് ആയിരിക്കും, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, അത്തരം മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കും. സാധാരണ ഈ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ഐഡിയാസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ബന്ധം വന്നത്? ഇതിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്തു നിന്നാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അതിൽ അവരുടെ മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷൻസ്, നാഷണലിസം, കസ്റ്റംസ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഹാളിൻ്റെ വലതു ഭാഗത്താണ് ഇരുന്നത്. പക്ഷേ ഇതിനൊക്കെ എതിർത്ത ആൾക്കാർ ഇടതു ഭാഗത്താണ് ഇരുന്നത്. അന്ന് തൊട്ടുണ്ടായ ഒരു ബന്ധമാണ് റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ ഇത്തരം കസ്റ്റംസിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർ എപ്പോഴും റൈറ്റ് വിങ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. അതേപോലെ ഇടതു ഭാഗത്തിരുന്ന ആൾക്കാരുടെ ഐഡിയോളജീനെ പിൻപറ്റുന്ന ഈ കാലത്തെ ആൾക്കാർ എപ്പോഴും എന്തായി? ലെഫ്റ്റ് വിങ്ങുമായി. അതാണ് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും.